ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് ADS മീറ്റിംഗ് ഉണ്ടായിന്. ADS മീറ്റിങ്ങിൽ SLC പാസ്സായ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഓരോ ഗിഫ്റ്റും ഇതുപോലെ ഓരോ മെഡലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നിവേദ കുട്ടിന് ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ്, ഇതൊന്ന് കാണിച്ചാവേ, ഇതാണ് നിവേദിന് കിട്ടിയ മെഡൽ. ഇതുപോലെ ഇത് ഡയറിയാന്ന് തോന്നുന്നു, നമ്മൾ പൊട്ടിച്ച് നോക്കിയില്ല. ഇതുപോലൊരു സമ്മാനം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഈ മൊമെൻ്റ് എല്ലാം തന്ന എല്ലാ അംഗങ്ങൾക്കും നമ്മൾ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിവേദിൻ്റെ 10ാം ക്ലാസ്സിലെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നടന്ന് എല്ലാ സപ്പോർട്ടും ചെയ്ത എല്ലാ ടീച്ചർമാർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തോട്ടിലേക്ക് പോകുന്നൊരു ചവിട്ടി കഴുകാണ്ട്. മഴ കുറവായതുകൊണ്ട് തോട്ടിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടാവും. അവിടെ ഒരു കുഴിയിൽ വെള്ളമുണ്ട്, അവിടെ നിന്ന് വീഴ്ത്താം. തോട്ടിൽ വെള്ളം ഉണ്ടായിക്കാതെ അവിടുത്തെ കുഴിയിൽ വെള്ളമില്ല, ഫുള്ള് വറ്റി. ഇവിടെ അപ്പൊ ഇവിടെ എല്ലാം ഫുള്ള് തോട് വറ്റി. കാരണം ഇപ്പൊ ഒരാഴ്ച നല്ല വെയിലുണ്ടല്ലോ, അന്നേരം ഫുള്ള് വറ്റി. ഇനി നല്ല മഴ വരുമ്പോൾ മാത്രമേ നമുക്ക് വെള്ളം. എവിടെ എവിടെ നല്ല വെയിലാന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ വെള്ളമില്ലേ? നമുക്ക് നമ്മളെ ചവിട്ടി ഇവിടെ നിന്ന് കഴുകിയെടുക്കാം. അങ്ങോട്ട് പോയി അങ്ങോട്ട് ഇല്ലതാ അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിലിരുന്നോ? ഇപ്പൊ ഞാൻ കുളിച്ചാ പോരെ? അതിലെ കുളിക്കാൻ നോക്കിയത് ചെടി നമുക്ക് ഇറക്കുന്ന സംഭവം. വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് എവിടെ പോകാനുള്ള നിവേദേ? മണക്കടവ് കല്ലിപ്പാറ. എത്ര മണിക്ക്? 2 മണിക്ക്. ഞാനും വരണ? വേണ്ട. എവിടെ നിനക്ക് ഒരു ചുറ്റൂരില്ല. ഇപ്പൊ കൂടുതൽ ഫോൺ ഞാനാ. വെള്ളത്തിൽ ഇറങ്ങാൻ അല്ലാണ്ട് നടക്കൂല. ഞാൻ ആരെറിഞ്ഞാ നീരല്ലേ? അതെ അച്ഛ, അതിന് ഞാൻ പോയി എടുക്കാം. ഇവന്റെ 5ാമത്തെ റോഡ് ഞാൻ ഫോറടിച്ച് 6ാമത്തെ റോഡ് രസല്ലേ? നമ്മൾ ചവിട്ടി വെളുപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ല വെള്ളത്തിൽ നിന്ന് തിരിഞ്ഞ് കാണിക്കും. തോട്ടിൽ വെള്ളം കുറവാണ്. അല്ല നമ്മളെ കളയും. തോട്ടിൽ വെള്ളം കൊണ്ട് അലക്കാൻ സുഖമായിരുന്നു. തോട്ടിൽ വെള്ളമില്ലാതെ നമ്മൾ അലക്കാനൊന്നും തോട്ടിൽ പോകും. കുളിക്കാൻ കഴിയില്ല, ആള് കാണുന്ന സ്ഥലമായിരുന്നു. ഞാൻ കുളിക്കുന്നുണ്ട്, മക്കളും കുളിക്കുന്നുണ്ട്. അച്ചോട് ചവിട്ടി നല്ല സുന്ദര കുട്ടപ്പി ആയിട്ടുണ്ട്. അതാ
ചെയ്യട്ടെ. നമുക്കത് കഴുകിയെടുത്തില്ല. കൂർക്ക കഴുകിയെടുക്കാം. ചേട്ടൻ പാത്രം തല്ലി പൊട്ടിക്കുന്നുണ്ട്. കൂർക്ക നന്നായിട്ട് കഴുകിയെടുത്തു. കൂർക്ക കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ നൈസായി അരിഞ്ഞെടുക്കട്ടെ. ഒരു 5-6 കൂർക്കയുള്ളേ ഇന്നാൾ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അതേതായിരുന്നു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു ഇതാകുമ്പോൾ വേഗം വേകും. ഞാൻ നമ്മുടെ കയ്യുറ ഇടാതെ അരിഞ്ഞിട്ട് കൈ ഫുള്ള് കീറിയിട്ടാണുള്ളത്. അപ്പം ഇത് കീറിയ കയ്യറിയാണ്. നല്ല തൽക്കാലം ഒരാശ്വാസത്തിനിടാം അല്ലേ. അതിലേക്ക് വേണ്ടുന്ന പച്ചമുളക്, സവോള എടുത്തിട്ടുണ്ട്. കൂർക്ക ലേശമേ ഉള്ളൂ, എന്നാലും അല്ലാതെ കളയണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അരിഞ്ഞൊരു കുഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അതെ നല്ല വെയിലാണ്. നിങ്ങളുടെ നാട്ടിലെല്ലാം മഴയുണ്ടോ? നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അലക്കിടുന്ന തുണിയെല്ലാം ഉണങ്ങിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏട്ടന് പണിയില്ല. ഏട്ടനും മക്കളും ഇവിടെ ഉണ്ട്. അമ്മ പണിക്ക് പോയിട്ടുണ്ട്. അച്ഛനും റെഡിയോ പോയിട്ടുണ്ട്. ഇല്ല നിങ്ങളുടെ സവോള ഇങ്ങനെ കുഞ്ഞുകുഞ്ഞ അരിഞ്ഞെടുത്താലേ ഒരു കുഞ്ഞു തോരനാണ്. ഇല്ലേ നമുക്കിന്ന് നമ്മളെ നിൽക്കിയത് കൂട്ടനെ വീഡിയോ എടുത്തു തരുന്നത്. ഇല്ല പിന്നെ ആരെ എടുത്തെടുക്കല്? അല്ല, ചിലപ്പോൾ നിവേദ എടുത്ത് തരും. നിവേദനം തോന്നണം. നിവേദാകുമ്പോൾ പറഞ്ഞാൽ കേൾക്കും. ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട്, അതൊന്ന് കാണുക. തന്നല്ലോ നീണ്ട നടുക്ക് ഒരു കീർത്തോട്ടല്ലേ. പനിയില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ന് നമുക്ക് നെല്ലിപ്പാറ മൊമെൻ്റോ മേടിക്കാൻ പോകണം. ഗ്രാമസഭയിൽ വെച്ചിട്ട് SLC കുട്ടികൾക്ക് മൊമെൻ്റോ കൊടുക്കുന്നുണ്ട്. SLC ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഇതൊരു ചെറിയ തോരനാക്കി എടുക്കാം. ചീനച്ചട്ടി എടുക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം തീർന്നു. മേടിക്കണം. അച്ചക്ക് പണിയാവാതെ രക്ഷയില്ല. കടുകിട്ട് കൊടുത്തു, കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എടുക്കണം. ക്രീമിച്ചും വെക്കണം. ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവില്ലാത്തതാണ്. അതിന് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2 ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് വേഗം പോയില്ല. അങ്ങനെ ഞാൻ ഏട്ടൻ തേങ്ങ അരണ്ടി തന്നിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് മിക്സിലങ്ങ് ആവിക്ക് തന്നെ വേഗം. എന്നാലും ഞാനൊരു ഇച്ചിരി വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കൈ കൊണ്ട് സ്വന്തം എൻ്റെ ഒരു ആക്കാക്കിയിടലാണ്. സ്പൂണിലൊന്നും ഇവിടെ ഇല്ല. സ്പൂണെല്ലാം ഉണ്ട്. ഞാൻ എൻ്റേതായ ഒരു കൈകളവിന് ഇട്ട് കൊടുക്കണം. ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇപ്പം നമ്മൾ കറി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, മൂടി വെച്ചിട്ട്. നല്ലോണം തിളച്ച് കുത്തിയിലെങ്ങി താഴ്വരയിൽ പൂവു ചൂടി കാത്തിരിക്കും മുല്ലമലക്കാറ്റേ നിന്റെ മാരൻ വരുമ്പോൾ ആരുമാരും കേൾക്കാതിന്നോ കാര്യം ചൊല്ലി ഞാൻ മുന്നിൽ ഒന്നു കാണും നേരം മിണ്ടാൻ ഞാനോ നീരും നീ പോയി. പാട്ടൊന്നും മൊത്തമായിട്ടൊന്നും അറിയില്ല, വെറുതെ രസത്തിന് നമ്മളിങ്ങനെ പാടുന്നതാണ് അല്ലേ ഇങ്ങനെ. നമ്മൾ വീഡിയോ ഡെയിലി എടുക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളിടുന്ന വീഡിയോ 2 ദിവസമെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ചാനലിൽ കയറുന്നത്. അതെന്തിട്ടാന്ന് എനിക്കറിയില്ല, നെറ്റ് പ്രോബ്ലം ആണോ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. അതുകൊണ്ടാണ് 1-2 ദിവസങ്ങളിലും 2 ദിവസം കൂടുമ്പോഴും വീഡിയോ വരുന്നത്. മൊബൈൽ ഷോപ്പിൽ പോയി ചോദിച്ചു, ഫോണിന് കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഫോൺ ഹാങ്ങൊന്നും അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നാണെന്നറിയില്ല, അങ്ങനെയാണ് വീഡിയോ കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നമ്മളെ 2 ചാനലിൽ ഷോർട്സ് ഒന്നും ചെയ്യുന്നില്ല. എപ്പം പിന്നെ നമ്മുടെ കൂട്ടുകാരോട് പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യണം. നിങ്ങളെന്തായാലും കമൻ്റെല്ലാം രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. അതെല്ലാം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മളും തിരിച്ച് സപ്പോർട്ടായിട്ടുണ്ടാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ചാനലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കമൻ്റെല്ലാം ഇടണം. നമ്മൾ തോരനായി കഴിയുമ്പോൾ കാണിക്കാം. ഇളക്കിയെടുക്കാം. മൂടി വെക്കാം അല്ലേ, കുറച്ചുകൂടി ഒന്ന് ഇതാവണ്ടേ. നമ്മളെ കറി വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് നികേതിൻ്റെ അടുത്ത് ഉപ്പ് നോക്കാൻ കൊടുക്കാം. നികേത് കറക്റ്റായിട്ട് അഭിപ്രായം പറയും, ഉപ്പുണ്ടോ എരിവുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നികേത് കൂട്ടം പറയുന്നുണ്ട് കുറച്ചുകൂടെ വേവാനുണ്ടാണ്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെക്കാം. ആവിയിൽ കിടന്ന് അങ്ങനെ വേവട്ടെ. ഉപ്പെല്ലാം ഉണ്ടാവും. നമുക്ക് ഈ തട്ടിക്കൂട്ടി വെച്ച് ആവിയേറ്റാം. എന്ത് അങ്ങനെ നമ്മൾ നിവേദിൻ്റെ 10ാം ക്ലാസ്സിൻ്റെ മൊമെൻ്റോ മേടിക്കാൻ വേണ്ടി പോയിട്ട് മൊമെൻ്റോ മേടിക്കുന്ന അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ആ വേണ്ട, നമ്മളിപ്പോൾ ചെറിയൊരു തിരക്കില്ല. നാളെ കാണാം. ഇവരുടെ കുറച്ച് എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട്. അച്ചൂസനീറ്റ് ഓടി. എന്നാലും ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളെ അച്ചൂസിൻ്റെ കലാവിരുതാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് അവൻ ചെയ്തിട്ടുണ്ട്. ജയ്ഗുരു ജിന്ന്. ജയ്ഗുരു എന്നാ ബസ്സിൻ്റെ പേരെല്ലാം ഇട്ടിട്ടില്ല. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടു. ഈ കുഞ്ഞു കലാകാരനെ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് എത്തിക്കുക അല്ലേ.
പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. പ്രകൃതി നിർബന്ധമായിട്ടുള്ളോ അതിൽ എന്തും ലഹരിയാണ് പറയാൻ കാരണം മദ്യമാണ് ലഹരി എന്ന് ഞാൻ പറയില്ല, കഞ്ചാവാണ് ലഹരി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താണോ പിന്നെയും കിട്ടും. ചിലയാൾക്ക് മൊബൈൽ ഫോൺ ആയിരിക്കാം ലഹരി, എനിക്ക് സിനിമയാണ് ലഹരി, മറ്റൊരാൾക്ക് മദ്യമായിരിക്കും ലഹരി, മറ്റൊരാൾക്ക് കഞ്ചാവായിരിക്കും ലഹരി. അപ്പൊ പല തരത്തിലുള്ള ലഹരികൾ നമ്മുടെ നാട്ടിലുണ്ട്.